അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഅദിൻ്റെ ആയത്തുകൾ ഇന്ന് മുതൽ വിശദീകരിച്ച് തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون الله الذي رفع السماوات بغير أمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. ഇപ്പോൾ നാം പഠനം തുടങ്ങിയിട്ടുള്ള സൂറത്ത് റഅദിനെ മാറ്റിവെച്ചാൽ സൂറത്ത് യൂനുസ് മുതൽ സൂറത്തുൽ ഹിജ്ർ വരെ തുടർച്ചയായി വരുന്ന സൂറത്തുകളെല്ലാം അലിഫ് ലാം റാ എന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഈ സൂറത്ത് മാത്രം അതിനിടയിൽ ചെറിയ വ്യത്യാസത്തോടുകൂടി അലിഫ് ലാം മീം റാ എന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഖുർആനിലെ ചില സൂറത്തുകൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് വിശദീകരിച്ചതാണ്. പല വ്യാഖ്യാനങ്ങൾ ഇതിന് പറയുന്നുണ്ടെങ്കിലും ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിശദീകരിക്കപ്പെട്ടതായി തെളിവില്ല. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണത്. എന്നാൽ ഖുർആൻ അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത് എന്നതുകൊണ്ട് അത് ഖുർആന്റെ ഭാഗം തന്നെയായി മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും വേണം. തിൽക ആയാത്തുൽ കിതാബ്, ഇത് വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങളാണ്. അൽ കിതാബ് എന്നാൽ ദൈവത്തിൽ നിന്നുള്ള വേദഗ്രന്ഥത്തിനാണ് ഖുർആനിൽ അൽ കിതാബ് എന്ന് പ്രയോഗിക്കുന്നത്. ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമായ ഖുർആനിലെ സൂക്തങ്ങളാകുന്നു. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളിലേക്ക് താങ്കളുടെ റബ്ബ് ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിലെ. വല്ലദീ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളതായ വേദഗ്രന്ഥത്തിലെ. മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൽ നിന്ന്. അൽ ഹഖു, സത്യമായിക്കൊണ്ട്. താങ്കളുടെ റബ്ബിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥത്തിലെ പരമസത്യമായ സൂക്തങ്ങളാണ് താങ്കൾ ഓതിക്കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായതുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യം അള്ളാഹു പറയുന്നത്. മറിച്ച് ഈ പരമസത്യത്തെ നിഷേധിച്ച് തള്ളിക്കളയുന്ന സത്യനിഷേധികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരെ ഗൗരവപൂർവ്വം താക്കീത് ചെയ്യുന്ന രൂപത്തിൽ ഇത് പറയുന്നത്. അവർ നിഷേധിക്കുന്നത് പരമസത്യമായിട്ടുള്ള ദൈവിക ഗ്രന്ഥത്തെയാണ്, അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള ആയത്തുകളെയാണ് എന്നാണ് പറയുന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, ജനങ്ങളിൽ അധിക പേരും ഇതിൽ വിശ്വസിക്കുന്നില്ല. കുറച്ചു പേർ മാത്രമേ ഈ സത്യത്തിൽ വിശ്വസിക്കുന്നുള്ളൂ. അധികം ആളുകളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല. ചിന്തിച്ചാൽ തന്നെ ഈ ലോകത്തെ തങ്ങളുടെ തന്നിഷ്ടങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളുമൊക്കെ കൈവെടിയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അധികം ആളുകളും വിശ്വാസികളാവാൻ തയ്യാറാവുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. തുടർന്ന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ശക്തിയുടെ അപാരത എടുത്തു പറയുകയാണ് അടുത്ത ആയത്തിൽ. അല്ലാഹുല്ലദീ റഫഅസ് സമാവാത്ത്, അള്ളാഹുവാണ് ആകാശങ്ങളെ ഉയർത്തിയത്. അള്ളാഹുവാണ് അല്ലദീ റഫഅസ് സമാവാത്ത്, ആകാശങ്ങളെ ഉയർത്തിയത്. ഉയർത്തി എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, സൃഷ്ടിച്ചു എന്നാണ്. 7 ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ ആകാശങ്ങൾ എന്ന് പറഞ്ഞത്. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെയാണ് അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ 2 അർത്ഥത്തിൽ വിശദീകരിക്കാം. ഒന്ന്, തൂണുകളില്ലാതെയാണല്ലോ ആകാശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തൂണുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് കാണാമായിരുന്നല്ലോ. 2, ആകാശങ്ങൾ ഉണ്ടാക്കിയത് തൂണുകൾ ഉണ്ടായിക്കൊണ്ടാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആ തൂണുകൾ കാണാൻ കഴിയില്ല. ഇതിലൊന്നാമത് പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ സംഗതമായിട്ടുള്ളത്. സുമ്മസ്തവ അലൽ അർഷി, പിന്നെ അവൻ സിംഹാസനസ്ഥനായി. അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നു എന്നത് മുമ്പ് വന്നതും വിശദീകരിച്ചതുമാണ്. അള്ളാഹു ഒരു രാജാവിനെ പോലെ സിംഹാസനത്തിൽ ഇരുന്നു എന്നല്ല ഇതിനർത്ഥം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അള്ളാഹു അതിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തു. അതിനെ നിയന്ത്രിച്ചു പരിപാലിച്ചു പോരുന്നു എന്നാണ്.
അതിൻ്റെ നിയന്ത്രണം മറ്റാരെങ്കിലും ഏൽപ്പിച്ച് മാറി നിൽക്കുകയല്ല അള്ളാഹു ചെയ്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും തൻ്റെ നിയന്ത്രണത്തിലാക്കി അള്ളാഹു. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അവയെ വ്യവസ്ഥാപിതമായി പ്രവർത്തിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും മേഖലയിൽ നല്ല അധികാരവും നല്ല കഴിവും ശക്തിയും പ്രകടിപ്പിക്കുന്നതിന് അറബി ഭാഷയിൽ സഖറ ശംസ വൽ ഖമറ എന്ന് പ്രയോഗിക്കുന്നതായി കാണാം. കുല്ലുൻ യജ്രീ അജലിൻ മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ അള്ളാഹു നിശ്ചയിച്ച സമയം വരെ വളരെ വ്യവസ്ഥാപിതമായി കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് സമയം നിർണയിക്കുന്നതിനു വേണ്ടി ആകാശഗോളങ്ങൾ വ്യവസ്ഥാപിതമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥമെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. യുദബ്ബിറുൽ അംറ, അവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൻ്റെ എല്ലാ സംഗതികളെയും അവൻ ആസൂത്രണം ചെയ്ത് നിയന്ത്രിച്ച് നടപ്പാക്കുന്നു. യുഫസ്സിലുൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ അവൻ വിശദീകരിച്ചു തരുന്നു. ഈ ആയത്തിൽ പറഞ്ഞതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി വിശദീകരിച്ച് നൽകുന്നു. ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ഉറച്ച വിശ്വാസികളാവുന്നതിനു വേണ്ടി, ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാവുന്നതിനു വേണ്ടി, പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരുമെന്ന ബോധം ഉണ്ടാകുവാൻ വേണ്ടി എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.